നമസ്കാരം. ഇന്ന് മുംബൈ നഗരത്തിലെ കൗതുക കാഴ്ചകളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അതിലാദ്യമായി പറയുന്നത് ഡബ്ബാവാലകളെ പറ്റിയാണ്. മുംബൈ നഗരത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് ഡബ്ബാവാലകൾ. 1890 മഹാദിയോ ഹവാദി ബച്ചെ എന്ന വ്യക്തി തുടങ്ങിവെച്ച ഈ സംഘടനയിൽ ഇന്ന് 400-ലധികം ഡബ്ബാവാലകൾ ജോലി ചെയ്യുന്നു. വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന ഏകദേശം 20 ലക്ഷത്തിലധികം ചോറ്റുപാത്രങ്ങൾ തൊഴിലിടങ്ങളിൽ എത്തിക്കുന്ന തൊഴിലാളികളാണ് ഡബ്ബാവാലകൾ. ഇവരുടെ പ്രധാന യാത്രാ ഉപാധികൾ സൈക്കിൾ, തീവണ്ടി എന്നിവയാണ്. ഡബ്ബാവാലകൾക്ക് മാത്രം അറിയാവുന്ന ഒരു പ്രത്യേക കോഡ് അനുസരിച്ചാണ് ഇവർ ഭക്ഷണ വിതരണം നടത്തുന്നത്. ഒരിക്കൽ പോലും ഈ ഭക്ഷണ പൊതി മാറിപ്പോകാത്ത വിധം തൊഴിൽ വൈവിധ്യം നേടിയവരാണ് ഡബ്ബാവാലകൾ. അടുത്തത് നമ്മൾ മുംബൈയിലെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് മുംബൈ സബർബൻ. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ പൊതുഗതാഗത സംവിധാനമാണ് മുംബൈ സബർബൻ റെയിൽവേ. 465 കിലോമീറ്റർ നീളമുള്ള റെയിൽപാതയിലൂടെ 2350ഓളം തീവണ്ടികളിലായി 20 ലക്ഷത്തിലധികം യാത്രക്കാർ യാത്ര ചെയ്യുന്നുണ്ട്. ഇത് മുംബൈയുടെ ഒരു നല്ല കാഴ്ചയാണ്. അടുത്തത് ധാരാവി എന്ന സ്ഥലമാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ചേരിയാണ് മുംബൈയിലെ ധാരാവി എന്ന പ്രദേശം. 1880 കൊളോണിയൽ ഭരണത്തിൻ്റെ ഭാഗമായി ധാരാവി ചേരി രൂപമെടുത്തു. തൊഴിൽ തേടി മുംബൈയിൽ നഗരത്തിലേക്ക് കുടിയേറിയ 3 ലക്ഷത്തിലധികം ദരിദ്രർ 535 ഏക്കറിലായി പരന്നു കിടക്കുന്ന ഈ ചേരിയിലാണ് ജീവിതം. അടുത്തത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. അറബിക്കടലിന് അഭിമുഖമായി തലയുയർത്തി നിൽക്കുന്ന ഒരു വൻ കവാടമാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. മുംബൈയുടെ താജ്മഹൽ എന്നാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ അറിയപ്പെടുന്നത്. ഇന്ത്യയിലേക്ക് കപ്പൽ മാർഗമുള്ള പ്രധാന കവാടമാണിത്. മുംബൈയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശമാണ് അന്ധേരി. ഫിലിം സ്റ്റുഡിയോകൾക്ക് പ്രശസ്തമായ സ്ഥലമാണ് അന്ധേരി. 1,50,000-ലധികം ആളുകൾ അന്ധേരി എന്ന സ്ഥലത്ത് തിങ്ങിപ്പാർക്കുന്നു. സിനിമാ ലോകത്തിന് പ്രിയപ്പെട്ട നഗരമാണ് മുംബൈ. ഇന്ത്യൻ സിനിമയുടെ പിതാവെന്നറിയപ്പെടുന്ന ദാദാ സാഹിബ് ഫാൽക്കെയുടെ ജന്മസ്ഥലവും കൂടിയാണ് മുംബൈ. അമേരിക്കൻ സിനിമാ ലോകത്തെ വിളിക്കുന്ന പേരാണ് ഹോളിവുഡ്. ഹിന്ദി സിനിമാ ലോകത്തെ വിളിക്കുന്ന പേരാണ് ബോളിവുഡ്. മുംബൈയാണ് ബോളിവുഡിൻ്റെ കേന്ദ്രം. ഇത്രയും കാര്യങ്ങൾ മുംബൈ എന്ന നഗരത്തെ പറ്റിയുള്ള കാഴ്ചാവിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവച്ചത്. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.